അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ എതിരാളികളായ കുരുവട്ടൂരിയൻ വ്യാജന്മാർ അവരിപ്പോൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ആപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ സംസാരങ്ങളൊക്കെ ശ്രദ്ധിച്ചവർക്കറിയാം, ഈ നൗഷാദിനും ടീമിനും അവരുടെ പുത്തൻ വാദങ്ങൾ പറയുന്നതിന് തെളിവായി നേരത്തെ ദുർവ്യാഖ്യാനിച്ചിരുന്ന ഇമാമുകളുടെ കിതാബ് അവകൾ എടുത്തുകൊണ്ടുവന്ന് മറിച്ച് വായിക്കാൻ പോലുമുള്ള കോൺഫിഡൻസ് എന്നോ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ മുമ്പിൽ അത് നടപ്പില്ല എന്ന് മൗലവിക്ക് പൂർണ്ണ തിരിച്ചറിവുണ്ടായിട്ട് കാലം കുറച്ചായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും വലിയ പ്രമാണമായിട്ടുണ്ടായിരുന്നത് മജീദ് ഉസ്താദ് എഴുതിയ ഒരു കിതാബായിരുന്നു. അത് ആ കിതാബും ഇപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇപ്പം നമ്മൾ സാധാരണ നാടൻ വർത്താനം പറയുമ്പോൾ അണ്ടിപോയ അണ്ണാനെ പോലെ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ഒരവസ്ഥയാണ് ഇപ്പം മൗലവിക്കുള്ളത്. ഇന്നലെ കാടപ്പടിയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനത് കേട്ടു. ഞാനത് അറിയാതെ കുറേ ചിരിച്ചുപോയി. കാരണം മൗലവി നേരത്തെ പറഞ്ഞ റൂട്ടിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ വേറെ ചില റൂട്ടുകളിലേക്ക് കയറി, അഥവാ മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ് ആ ചരിത്രത്തിനോട് ചേർന്ന് നിന്ന് ഞങ്ങൾ അവരുടെ പിൻഗാമികളാണ് എന്ന് വരുത്തി തീർത്ത് ഒരു സഹതാപ തരംഗമുണ്ടാക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ഞാൻ അതിലേക്കൊക്കെ വരാം. വ്യാജന്മാരെപ്പോഴും അങ്ങനെയാണ്. ഒറിജിനലിനെ മുൻനിർത്തിക്കൊണ്ട് ആ ഒറിജിനലിൻ്റെ മറപറ്റി വ്യാജന്മാർ അവരുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ആദ്യം തന്നെ അവർ ഒറിജിനലിൻ്റെ മഹത്വം പറയും, ഒറിജിനലിൻ്റെ ഗുണഗണനങ്ങൾ പറയും. അവ പറഞ്ഞതിന് ശേഷം ഞങ്ങളും ആ ഒറിജിനലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തും. അത് തന്നെയാണ് ഇപ്പം മൗലവി അവസാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം പറയുന്നു. അസ്ഹാബുൽ കഹ്ഫിനോട് ചേർന്ന നായയുടെ മഹത്വം പറയുന്നു. അങ്ങനെ മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞ് ആ ഔലിയാക്കളുടെ അതേ പാതയിലാണ് ഇപ്പോൾ അവരുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. എന്നാൽ ഈ മൗലവിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെക്കാൾ ആ ചരിത്രവും അതിൻ്റെ മർമ്മവും അതിൻ്റെ മുഴുവൻ വിഷയങ്ങളും പഠിച്ചവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ആ ഇമാമുകളുടെ പേരിലും ആ മഹാന്മാരുടെ പേരിലും കളവ് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് കടന്നു വരാൻ ശ്രമിച്ചാൽ അതേ അർത്ഥത്തിൽ ചെവിക്കുന്നി പിടിച്ച് പുറത്തെറിയാൻ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് പ്രാപ്തിയുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. മൗലവി തെറ്റിദ്ധരിച്ചുപോയി. ഇങ്ങനെ ഒരു സഹതാപ തരംഗമുണ്ടാക്കിയാൽ അതിൻ്റെ മറവിലൂടെ രക്ഷപ്പെടാൻ കഴിയും എന്ന ഒരു തെറ്റിദ്ധാരണ മൗലവിക്കുണ്ട്. അതുകൊണ്ടാണ് ബഹജത്തുൽ അസ്റാർ എഴുതിയ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അഷ്ശത്നൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഗൗസുൽ ആസം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ചരിത്രം പറഞ്ഞ് മൗലവി ഒരു സഹതാപ തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് നടക്കൂല എന്ന് മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വ്യാജന്മാരാണ്. സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ മായം കലർത്തിയ, ഷിർക്കിൻ്റെ തന്നെയും വിശ്വാസം കടന്നുകൂടിയ തനി വ്യാജന്മാരായ കള്ളത്വരീഖത്തിൻ്റെ വക്താക്കളാണ് നിങ്ങൾ. നിങ്ങൾ മഹാന്മാരുടെ പേര് പറഞ്ഞ് ഇവിടെ വരുന്നതിന് ഒരിക്കലും അഹ്ലുസുന്ന വൽ ജമാഅത്ത് സമ്മതം നൽകുകയില്ല. സിഎം വലിയുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് നടക്കുന്നത്, ഔലിയാക്കളുടെ പേരിലാണ് നടക്കുന്നത്. സിഎം വലിയുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞ് എല്ലാ കള്ളത്തരവും പറയാം, എല്ലാ ദുർവ്യാഖ്യാനവും നടത്തുക, നമ്മുടെ ആലിമീങ്ങൾ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരെ ചീത്ത വിളിച്ച് നടക്കുക.
അതിന് പേര് പറയുന്നത് സി എം വലിയുല്ലാഹി തങ്ങളുടെ സ്നേഹം, സി എം വലിയുല്ലാഹി തങ്ങളോടുള്ള മഹബത്ത് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ തനി വ്യാജന്മാരാണ് എന്നത് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളോട് ഒരൽപ്പം മഹബത്ത് ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, മഹാനായ സി എം വലിയുല്ലാഹി തങ്ങളെ ഒരൽപ്പം ആദരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, ഇവർക്കെങ്ങനെയാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിനോട് എതിർക്കാൻ ധൈര്യം വരിക? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആരോടാണ് ഇപ്പം ഈ മൗലവി ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ദേഷ്യവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മൗലവിയാണല്ലോ ഇവരുടെ നേതാവ്. ആ ജാഹിലിൻ്റെ പിന്നിലാണല്ലോ നൗഷാദ് അടക്കമുള്ള മറ്റു ജാഹിലീങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാഹിലീങ്ങൾക്കൊക്കെ ഇവരൊക്കെ ഉന്നം വെക്കുന്നത് ആരെയാണ്? അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ മാത്രമാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സി എം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഈ ജാഹിലീങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സി എം വലിയുല്ലാഹി തങ്ങളോട് അല്പമെങ്കിലും മഹബത്തുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരെ നാവെടുക്കാൻ ധൈര്യം വരുന്നത്? കാരണം ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ഇവിടെ ദീന് പറയാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ആരെ? താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളെയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയും ദീന് പറയാൻ ഞാൻ ഏൽപ്പിച്ചു എന്ന് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങൾ ഇവിടെ ഏൽപ്പിച്ച് തൻ്റെ പ്രതിനിധികളാക്കി നിർത്തിയ ആ മശായിഖന്മാരുടെ വടിയും വിട്ട് നടന്ന് സി എം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറയാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വരുന്നു? നിങ്ങളല്ലേ മശായിഖന്മാരുടെ വഴിവിട്ടത്? യഥാർത്ഥ മശായിഖന്മാർ സി എം വലിയുല്ലാഹി തങ്ങൾ അവിടുന്ന് ദീന് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള മഹാന്മാർ, ആ മഹാന്മാരുടെ വടിയിൽ നിന്നും മാറി ആ മഹാന്മാരെയും അവരുടെ അതേ കദമിലുള്ള മറ്റു പണ്ഡിതന്മാരെയും ചീത്ത വിളിച്ച് ആക്ഷേപിക്കുന്ന നിങ്ങൾക്ക് സി എം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറയാൻ എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ സി എം വലിയുല്ലാഹി തങ്ങൾ പൊരുത്തപ്പെടും എന്നതിന് എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നുമില്ല. ഇവിടെ ദീന് പറയാൻ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ മഹാന്മാരെയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടുന്ന് വഫാത്തായി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇരുന്ന സ്ഥാനത്ത് നിന്ന് ഇരിക്കുന്നത് റഈസുൽ ഉലമ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ്. ആ സുലൈമാൻ ഉസ്താദിനെ ധിക്കരിച്ച് അവിടുത്തെ തിരു സദസ്സിൽ നിന്നും ഓടിപ്പോയ താങ്കൾക്ക് സി എം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറയാൻ എന്ത് ന്യായമുണ്ട്? ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് ദീന് പറയാൻ ഔദ്യോഗികമായി ഏൽപ്പിച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഉസ്താദ് അവர்கள் ഇന്നും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഉസ്താദിൻ്റെ കീഴിൽ വന്ന് അവിടുത്തെ അനുയായികളായി ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇവിടെ പ്രവർത്തിക്കുന്നതും പഠിപ്പിക്കുന്നതിനുമെതിരെ സുന്നത്തി ജമാഅത്തിന് വിരുദ്ധമായി തനിച്ച ബിദ്അത്ത് പറയുന്ന നിങ്ങൾക്ക് സി എം വലിയുല്ലാഹി തങ്ങളുടെ നാമം പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് ജീവിതകാലത്ത് എല്ലാ അർത്ഥത്തിലും വളർത്തി വലുതാക്കി, അവരെ വളർത്തി ആശയപരമായി എല്ലാ പിന്തുണയും നൽകി, എല്ലാ അർത്ഥത്തിലും ആത്മീയമായ പ്രൊട്ടക്ഷൻ നൽകി വളർത്തിക്കൊണ്ടുവന്ന സുൽത്താനുൽ ഉലമ, ആ അർത്ഥത്തിൽ പരിരക്ഷിച്ച താജുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ കീഴിൽ അവരുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മറ്റു ആലിമീങ്ങൾ, ഈ ആലിമീങ്ങളെ തള്ളിക്കൊണ്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾ സി എം വലിയുല്ലാഹി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, ആ അവകാശവാദത്തിൽ ഒരല്പമെങ്കിലും നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പണ്ഡിത മഹത്തുക്കളെ ആക്ഷേപിക്കുമായിരുന്നില്ല. മറ്റൊരു സംഘടനയിലെ പണ്ഡിതന്മാരെയും ഇവർ തൊടുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞതാണെങ്കിലും പൊന്മുള ഉസ്താദ് പറഞ്ഞതാണെങ്കിലും നമ്മുടെ മറ്റു ആലിമീങ്ങൾ പറഞ്ഞതാണെങ്കിലും അതേ ആശയം മറ്റു പല സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അവരോടൊന്നും വിമർശനമില്ല. എന്താ കാരണം? കാരണം യഥാർത്ഥ പണ്ഡിതന്മാരെ മാത്രമാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം,
ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ അവിടുത്തെ ജീവിതകാലത്തെ ഔദ്യോഗികമായി ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് ഏൽപ്പിച്ചു എന്ന് പറയുന്ന മഹാനായ സുൽത്താനുൽ ഉലമയുടെ ശിഷ്യന്മാരും അവിടുത്തെ അനുയായികളും അവിടുത്തെ കീഴിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെയും മാത്രം ലക്ഷ്യം വെക്കുന്നത് CM വലിയുല്ലാഹി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പിൻ്റെയും അവിടത്തോട് പുലർത്തുന്ന അങ്ങേയറ്റത്തെ വൈരാഗ്യത്തിൻ്റെയും ഭാഗമാണ് എന്നത് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് CM വലിയുല്ലാഹി തങ്ങളുടെ പേര് പറയാ, ഔലിയാക്കളുടെ പേര് പറയാ, ആ ഔലിയാക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന കുരുവട്ടൂയൻ വ്യാജ ശൈഖിൻ്റെയും അതുപോലെ നൗഷാദ് അടക്കമുള്ള തൊഴിയൂർ മൗലവി അടക്കമുള്ള അൻവരി അടക്കമുള്ള മൗലവിമാരും ജാഹിലീങ്ങളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഇവർ കിതാബുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ നൗഷാദ് നമ്മുടെ ആലിമീങ്ങളെ ചീത്ത വിളിച്ചു. നമ്മളതിനെ കൃത്യമായി ഗണ്ണിച്ചു. ദൈക്ഷണികമായും വൈജ്ഞാനികമായും നമ്മളുടെ ഗണന വന്നു. മറുപടിയില്ലാതെ കുടുങ്ങി. അവസാനം ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദിൻ്റെ ഗ്രന്ഥമായി വന്നു. അതും ഇപ്പോൾ പൂർണ്ണമായും മൗലവിയുടെ കയ്യിൽ നിന്ന് പോയി. അതുമില്ലാത്ത അവസ്ഥയായി. ഇപ്പം ഒറ്റ പ്രമാണവുമില്ലാതെ മൗലവി ഇങ്ങനെ കിടന്നു ഉഴലാണ്. അതാണ് കാടപ്പടി നമ്മൾ കണ്ടത്. എന്നിട്ട് മൗലവി പറയാണ്, കഴിഞ്ഞുപോയ മഹത്തുക്കളായ ഔലിയാക്കളുടെ വഴിയിലാണ് പോൽ ഇവരുള്ളത്. ആ ഔലിയാക്കളുടെ ഇന്നത്തെ പ്രതിനിധികളാണ് പോൽ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ജാഹില്. അത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള ഒരാളെയും കിട്ടൂല. അതുകൊണ്ട് മൗലവി മുൻഗാമികളായ ഇമാമുകൾ പഠിപ്പിച്ച യഥാർത്ഥ ആശയത്തിൽ നിന്നും വിട്ട് ഒരുപാട് അബദ്ധ ജടിലമായ ആശയങ്ങൾ വിശ്വസിക്കുന്നവരാണ്. കുരുവട്ടൂരിസം എന്ന് നമ്മൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്തു. ഇനി അള്ളാഹുവിന് അതിലൊന്നും ചെയ്യാനില്ല. അല്ലാഹു തആല നിസ്സഹായനായി പോകുന്ന, അല്ലാഹു തആലയിൽ അജ്സ് എന്ന് പറയുന്ന, അള്ളാഹുവിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വിശേഷണം കൽപ്പിക്കുന്ന പിഴച്ച വിശ്വാസം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? കഴിഞ്ഞ കാലത്ത് പിഴച്ചുപോയ മുഅ്തസിലിയ്യത്ത് എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുടെ ആശയം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് മാത്രമാണ് യഥാർത്ഥത്തിൽ കഴിവ്. അത് മാത്രമാണ് ഹഖീഖത്തൻ കഴിവ്. അല്ലാത്ത സൃഷ്ടികളുടേത്, അമ്പിയാക്കൾ ഔലിയാക്കളുടേത് മുഴുവനും മജാസിയാണ്, മജാസിയായ കഴിവാണ് എന്ന് എല്ലാ ഇമാമുകളും വിശദീകരിച്ചിരിക്കെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവ് ഹഖീഖത്തൻ കഴിവാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിനെതിരെയുള്ള വിശ്വാസം പ്രചരിപ്പിക്കുന്നവരല്ലേ നിങ്ങൾ? കഴിഞ്ഞോ? മൊബൈൽ വാദം ഉന്നയിച്ചില്ലേ? മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് മഹാന്മാർക്ക് അല്ലാഹു കഴിവ് കൊടുക്കുന്നത്. എല്ലാം നേരത്തെ അങ്ങ് സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ച് ഏറ്റവും കുപ്രസിദ്ധമായ ആശയങ്ങളും വിശ്വാസങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിയില്ലേ? ഞങ്ങളതിനെ ഗണ്ണിച്ചില്ലേ? ശറഹുൽ അഖായിദ് മുതൽ വിശ്വാസശാസ്ത്രത്തിലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഗണ്ണിച്ചില്ലേ? നൗഷാദിനെ ഞങ്ങളുടെ ഗണ്ണനത്തെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കഴിയൂല. നൗഷാദിന് എന്നല്ല, ഏത് പുത്തൻവാദി വന്നാലും തൊടാൻ കഴിയൂല. അങ്ങനെ സുന്നത്തി ജമാഅത്തിന് വിരുദ്ധമായ പിഴച്ച വിശ്വാസങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പി ഇവിടെയുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് നേരെ തിരിഞ്ഞ് അങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ ചെറിയ ചെറിയ ഖാദിമീങ്ങളായ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഗണ്ണനത്തിന് മുമ്പിൽ പതറി വിറച്ചപ്പോൾ മുൻഗാമികളായ ഇമാമുകളുടെ കിതാബുകൾ ദുർവ്യാഖ്യാനിക്കുന്നതിന് പോലും ധൈര്യമില്ലാത്ത വിധം നിങ്ങൾ പേടിച്ചു വിറച്ചു. അവസാനം മജീദ് മുസ്ലിയാരുടെ കിതാബുമായി വന്നു. ആ കിതാബിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കിതാബുകളിലും കാണിച്ചതുപോലെ അതിനൊരിക്കലും ഉദ്ദേശിക്കാൻ സാധ്യതയില്ലാത്ത അർത്ഥം വെച്ച് ഈ മൗലവിമാരതിനെ ദുർവ്യാഖ്യാനിച്ചു. അങ്ങനെ അതാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞ് ഈ നൗഷാദിൻ്റെ വേദികളിലൊക്കെ ആകെയുള്ള ഒരു കിതാബ് ആ കിതാബ് മാത്രമായിരുന്നു. അത്രയും ആധികാരികമായ ഒരു കിതാബ് എന്ന് ഈ നൗഷാദും കുരുവട്ടൂരിയൻ ടീമും ഒരുമിച്ച് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ ഞാൻ നേരത്തെ വെല്ലുവിളിച്ചു മൗലവിയോട്,
മൗലവിനോട് വെല്ലുവിളിക്കുന്നത് പള്ളിക്കാട്ടുക്ക് സലാം പറഞ്ഞ പോലെയാണ്. ഇങ്ങോട്ട് നടത്തുന്ന വെല്ലുവിളികൾ നമ്മൾ ആൺകുട്ടികളെ പോലെ ഏറ്റെടുത്തു, പുഷ്പം പോലെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് കാണിച്ചു. എന്നാൽ നമ്മൾ അങ്ങോട്ട് വെല്ലുവിളിക്കുന്നതൊക്കെയോ പള്ളിക്കാട്ടുക്ക് സലാം പറഞ്ഞ പോലെ ഒരു ജവാബുമില്ല, ഖബൂലുമില്ല, അല്ലേ? അപ്പൊ ഞാൻ ഈ മൗലവിയെ വെല്ലുവിളിച്ചു, താങ്കൾ പറയുന്നത് പോലെ ആ കിതാബിന് അർത്ഥമുണ്ട്, ഒരു ലഫ്ദിനെങ്കിലും അർത്ഥമുണ്ട് എന്ന് മജീദ് മുസ്ലിയാരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞു. അതിന് മിണ്ടാട്ടല്ല. ഇപ്പോഴോ ഈ മൗലവിമാര് മജീദ് മുസ്ലിയാരുടെ കിതാബ് കൊണ്ടുവന്ന് അതിനെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ മജീദ് മുസ്ലിയാർ ആ കിതാബ് അങ്ങ് പിൻവലിച്ചു. നിങ്ങൾ പറയുന്ന ഒരർത്ഥവും അതിനില്ല എന്നല്ല, അത് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് കണ്ടപ്പോൾ അതിനെ പിൻവലിച്ചു. അതിന് പിൻവലിക്കാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഞാനിപ്പോൾ പറയുന്നത്, ഈ കിതാബ് പിൻവലിക്കലോടുകൂടെ എന്ത് സംഭവിച്ചു? മൗലവിമാരുടെ അവസാനത്തെ അത്താണിയായ പ്രമാണം എന്ന് ഉയർത്തിക്കാണിക്കാൻ, പേരിനെങ്കിലും ഉയർത്തിക്കാണിക്കാനുള്ള ആ സാധനമാണ് നഷ്ടപ്പെട്ടത്. അപ്പോ കാരണം ഇവർക്കറിയാം ഈ കിതാബിന് അവർ പറയുന്ന അർത്ഥമല്ല. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം, ഇങ്ങനെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത് അതിൻ്റെ മുസന്നിഫ് പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇവർക്കറിയാം. കാരണം ഏത് മനുഷ്യൻ, ഇപ്പം ഞാനൊരു ഗ്രന്ഥം എഴുതിയ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു ഗ്രന്ഥരചനയ്ക്ക് അതിൻ്റെ സാഹസം എത്രയാണ്, അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് എഴുതുന്നത്? നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് വിഷയത്തിലാണോ എഴുതുന്നത് ആ വിഷയത്തിൽ ഈ ഉമ്മത്തിന് ഇത് ഉപകരിക്കണം, അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഉപകരിക്കണം, എന്നിട്ട് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഫലം ലഭിക്കണം, ധാരാളം മുഅ്മിനീങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കണം. ഈ ലക്ഷ്യം നടക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഏത് ഗ്രന്ഥകാരനും വിഷമിച്ചു പോകൂലേ? അതുപോലെ തന്നെയാണ് മജീദ് ഉസ്താദ് ഗ്രന്ഥമെഴുതിയപ്പോൾ ഇവരത് ദുരുപയോഗം ചെയ്തു. അപ്പം ഇവർക്കറിയാം അത് കൂടുതൽ കാലം ആ ദുരുപയോഗം ചെയ്യൽ നടക്കൂല. അതുകൊണ്ട് തന്നെ മൗലവി നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണത്? മജീദ് മുസ്ലിയാരിന് എന്ത് തന്നെ പറഞ്ഞാലും അവർ പറയാൻ വിചാരിച്ച കുറേ കാര്യങ്ങളുണ്ട്. എന്താണത്? മജീദ് മുസ്ലിയാരെ കൊണ്ട് നിർബന്ധിച്ചതാണ്, അദ്ദേഹത്തെ വീട്ടിൽ പൂട്ടിയിട്ടതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാനത് കേട്ടപ്പോൾ ചിരിച്ചുപോയി. ഭാര്യയെ തൊലാഖ് ചെല്ലുമെന്ന് പറഞ്ഞു പോൽ. മജീദ് മുസ്ലിയാരെ ഭാര്യനെ വേറെ ആരെങ്കിലും തൊലാഖല്ലല്? എന്താണ് ജാഹിലീങ്ങളെ പറയുന്നത്? പിന്നെ മജീദ് മുസ്ലിയാരുടെ കെട്ടിച്ചു വിട്ട മക്കളെ ത്വലാഖ് ചെല്ലുമെന്ന് അവരുടെ ഭർത്താക്കന്മാർ പറഞ്ഞു, അങ്ങനെ ജോലി കളയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ മൗലവിമാർ നേരത്തെ സങ്കല്പിച്ച് വെച്ച കുറച്ച് ലിസ്റ്റുകളുണ്ട്. കാരണം ഇവർക്ക് ഇങ്ങനെ പരിചയമുള്ളതാണ്. ഇതിൽപ്പെട്ട് ആരെങ്കിലും തിരിച്ചു പോകുക, സത്യം മനസ്സിലാക്കി തിരിച്ചു പോകാൻ തോന്നുകയാണെങ്കിൽ അവരോട് ചെയ്യേണ്ട ലിസ്റ്റുകൾ മൗലവി തർത്തീബ് പ്രകാരം അവിടെ പറഞ്ഞു, അല്ലേ? തർത്തീബ് പ്രകാരം പറഞ്ഞു. അങ്ങനെ ഒരു സാധ്യത കൂടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മജീദ് മുസ്ലിയാർ അവസാനം പറഞ്ഞത്, ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഖ്തിയാറോടുകൂടെ പറഞ്ഞതാണ്, ആരും പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളവിടെ പറഞ്ഞോളൂ, ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ മൗലവി പറയണം. അതേ ഇവിടെ ബുദ്ധിയുള്ള മൂക്ക് കീപ്പട്ടായ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെ കിതാബിനെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പം മജീദ് മുസ്ലിയാർ അത് നേരെ അങ്ങോട്ട് പിൻവലിച്ചു. അത് പിൻവലിക്കലോടുകൂടെ ഇവരുടെ അവസാനത്തെ പ്രമാണം നഷ്ടപ്പെട്ടു പോയി. ആ ജാള്യത ശരിക്ക് നൗഷാദിൻ്റെയും ആ ടീമിൻ്റെയും മുഖത്ത് കാണാം. അവരുടെ സംസാരത്തിൽ ആ പതർച്ച ശരിക്ക് കാണാം. മുദബ്ബിറുൽ ആലം അതുപോലെ തന്നെ സ്വപ്നവുമായി ബന്ധപ്പെട്ടതും ഇപ്പം എന്തേ ഒറ്റ കിതാബ് വായിക്കാത്തത്? കിതാബിനെന്താ ദുർവ്യാഖ്യാനിക്കാത്തത്? ധൈര്യമില്ല. ആൺകുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്ന് ബോധ്യപ്പെട്ടു. ഇനി മജീദ് മുസ്ലിയാർ എന്തിനാണ് ഇപ്പോൾ അത് പിൻവലിച്ചത് എന്നുള്ളതാണ്. അത് പിൻവലിക്കാൻ നിരവധി കാരണങ്ങൾ പറയാം. എന്താണത്? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ. ഒന്ന്, ഏത് മുസന്നിഫും ആഗ്രഹിക്കുന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ആ കിതാബ് ഉപകരിക്കുക എന്നുള്ളത്. അതിന് ഇവർ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ആ കിതാബിൽ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് മർക്കസിലെ ഖുതുബ്ഖാനയിലാണ് എല്ലാ സമയത്തും ഉണ്ടാവുക എന്നുള്ളത് മജീദ് ഉസ്താദിനെ അറിയുന്നവർക്കറിയാം. അദ്ദേഹം അധികം പുറം ലോകവുമായി ബന്ധപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫിത്നയൊന്നും ഉസ്താദ് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ അതിലെ ഒരു റിവായത്തുണ്ട്.
ആരുടേത്? മടവൂർ ഖാഫില എന്ന് പറയുന്ന ഒരു കൊള്ളസംഘം. ആ മടവൂർ ഖാഫില ഈ കുരുവട്ടൂരിസവുമായി ലയന പ്രഖ്യാപനം നടത്തിയല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ആലിമീങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹം വഞ്ചകനാണ്, അദ്ദേഹം കള്ളനാണ്, കളവ് പറയുന്ന വ്യക്തിയാണ് എന്നൊക്കെ നമ്മുടെ ആലിമീങ്ങൾ നേരത്തെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പലരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഈ കുരുവട്ടൂരിസവുമായി ലയന പ്രഖ്യാപനം നടത്തിയതിന് ശേഷമാണ് മടവൂർ ഖാഫിലക്ക് വലിയ സാമ്പത്തിക സഹായം ചെയ്തിരുന്ന ആളുകൾ പോലും അറിയുന്നത്. അത്തരം ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട് അവരുടെ വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ എല്ലാവരും അറിയൂല. പൊതുസമൂഹത്തിൻ്റെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്കാണ് ഇതൊക്കെ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. പക്ഷേ മജീദ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവർ ആ കിതാബും ആ മക്തബയും അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇക്കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ലത്തീഫി എന്ന് പറയുന്ന മടവൂർ ഖാഫിലയുടെ വ്യക്തിയിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചു. അദ്ദേഹം പിന്നീട് മുബ്തദിഅാണ്, പുത്തനാശയക്കാരനാണ് എന്ന് പിന്നെയാണ് ബോധ്യപ്പെടുന്നത്. അതൊക്കെ ശരിയായിരിക്കുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം എഴുതിപ്പോയി. അപ്പോൾ ഒരു സൂക്ഷ്മത കുറവ് അതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമേ ഏത് കിതാബും ഏത് ആളുകളും എഴുതുമ്പോൾ ഏത് വിഷയത്തിലാണോ ആ കിതാബ് എഴുതുന്നത്, ആ കിതാബ് എഴുതുന്ന വിഷയത്തിൽ അതിനെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധരായി ആ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികൾ അക്കാലഘട്ടത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരക്കാരെ ആ കിതാബിൽ ഗണ്ണിക്കുക കൂടി ഇമാമുകൾ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഷറഹുൽ അഖായിദ് നമ്മുടെ വിശ്വാസശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായ ഒരു കിതാബാണല്ലോ. ആ ഷറഹുൽ അഖായിദിൽ നമ്മുടെ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസം പരാമർശിക്കുന്നതിനിടെ തുടക്കം തന്നെ ഹഖായിഖുൽ അഷ്യാഇ സാബിതത്തുൻ വൽ ഇൽമു ബിഹാ മുതഹഖിഖുൻ എന്ന് പറഞ്ഞ ഉടനെ ഖിലാഫൽ ലിസ്സുഫസ്താഇയതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹഖായിഖുൽ അഷ്യാഇ സാബിതത്തുൻ വൽ ഇൽമു ബിഹാ മുതഹഖിഖുൻ എന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറഞ്ഞു. അത് പറഞ്ഞിട്ട് അക്കാലഘട്ടത്തിൽ അതിന് വിരുദ്ധരായ കക്ഷികളുണ്ടായിരുന്നു. അവരെ അവിടെ പരാമർശിച്ചു. ഖിലാഫൽ ലിസ്സുഫസ്താഇയ, സൂഫിസ്റ്റുകൾക്കെതിരെ. അങ്ങനെയുള്ള ഒരു കുതർക്കവാദികൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് ഇനി എൻ്റെ കിതാബ് ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല, ഞാൻ ഈ പറയുന്ന ആശയം അവർക്കെതിരാണ്, അവരുടെ ആശയവും ഞാൻ എഴുതിയ ആശയവുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉമറുൻ നസഫി റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയത്. അത് ഷറഹുൽ അഖായിദിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതേ ഷറഹുൽ അഖായിദിൽ കാണാം വൽ ഇസ്തിത്വാഅത്തു മഅൽ ഫിഅലി, കഴിവുകൾ അപ്പപ്പോൾ അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. നേരത്തെ കഴിവുകളൊക്കെ പടച്ചു കൊടുത്തു എന്ന കുരുവട്ടൂരിയൻ ആശയവും അതിനു മുമ്പ് അതേ ആശയം പറഞ്ഞ മുഅ്തസിലിയൻ ആശയവും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആശയമാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഷാരിഹായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി അത് പറഞ്ഞ് അതിൻ്റെ ഷറഹിൽ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഖിലാഫൽ ലിൽ മുഅ്തസിലത്തിനെതിരെ. അപ്പോൾ ഈ ആശയത്തിനെതിരെ അക്കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മുൻഗാമികളിലോ ആയ പുത്തൻവാദികൾ ഉണ്ടെങ്കിൽ അവരെ പരാമർശിക്കുകയും അവരുടെ വാദവും ഞാൻ എഴുതിയതും ഒരു ബന്ധമില്ല എന്നും എൻ്റെ ആശയം അവർക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല എന്നുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവരെ ഗണ്ണിച്ചു പോകുന്ന ഒരു ശൈലി കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫിത്നക്കാരെ മജീദ് മുസ്ലിയാർ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ എഴുതിയ മനാഖിബിൽ CM വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വലിയ വിരോധികളും മുഅ്മിനീങ്ങളുടെ ഈമാൻ നശിപ്പിക്കുന്നവരുമായ ഈ കുരുവട്ടൂരിസത്തെ പരാമർശിക്കേണ്ടതായിരുന്നു. ഞാൻ ഈ പറയുന്ന ആശയം അത് കുരുവട്ടൂരിസം എന്ന് പറയുന്ന ആശയവുമായിട്ടൊരു ബന്ധമില്ലാന്നും അവർ പറയുന്നതല്ല CM വലിയുല്ലാഹി തങ്ങളുടെ മദ്ഹെന്നും അത് CM വലിയുല്ലാഹി തങ്ങൾക്ക് ദമ്മാണെന്നും ഞാൻ പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയമാണ്, ഇതാണ് നമ്മുടെ ആലിമീങ്ങളൊക്കെ പറയുന്നത് എന്നൊരു സൂചന ആ കിതാബിൽ കൊടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് ആ കിതാബിൽ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി വന്നുപോയിട്ടുണ്ട്. അത് വരാത്തത് കൊണ്ടാണ് നൗഷാദിനും ടീമിനുമൊക്കെ
ദുർവ്യാഖ്യാനിക്കാൻ അത് ഞങ്ങൾക്ക് വലിയ തെളിവാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കൊക്കെ മറുപടിയാണ് എന്നൊക്കെ കളവ് പറയാൻ തുടങ്ങിയത്. അത് ഒന്നോ രണ്ടോ വേദികളിലൊക്കെ പറഞ്ഞപ്പോഴേക്ക് നമ്മൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ആ ഒരു അഭിപ്രായമാണ് അതിൻ്റെ മുസന്നിഫിന് എന്ന് പറയിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ല. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള വിശദീകരണങ്ങളോടുകൂടെ ആ കിതാബിന് ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. ആ കിതാബ് മജീദ് ഉസ്താദ് എഴുതിയത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ മാത്രം കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇതുപോലുള്ള പുത്തൻവാദികളെ കൂടി അതിൽ ഗണ്ണിക്കേണ്ടതായിരുന്നു എന്നൊരഭിപ്രായം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് ഇൻഷാ അള്ളാഹ്. അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് അത് പിൻവലിച്ചതോടുകൂടെ ഈ മൗലവിമാര് അതിൽ നിന്നും പൂർണ്ണമായി പരാജയപ്പെട്ടു പോയി. അവസാനത്തെ ഒരു അത്താണി എന്നൊരു കാര്യം അതായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനത്തെ ഒരു അത്താണി മജീദ് ഉൽ കിതാബ് അത് പിൻവലിച്ചതോടുകൂടി കഴിഞ്ഞു. അതിൻ്റെ ഒരു ജാള്യത നന്നായിട്ട് ഈ മൗലവിയുടെ സംസാരത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് മജീദ് മുസ്ലിയാർ പരസ്യമായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞു, ഞാനത് പിൻവലിക്കുകയാണ്, അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. മടവൂർ ഖാഫില എന്ന് പറയുന്ന ഒരു സംഘം, അവർ CM വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധരാണ്. ധാരാളം ആളുകളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. ആ മൗലവി ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കുമറിയാത്ത ജാഹിലാണ്. ജാഹിലീങ്ങൾ മാത്രാണല്ലോ ഇവിടെ ചെന്ന് ചേരാം. അതിന് നൗഷാദ് പറയാണ്, പുഴ കടലിലല്ലേ ചേരൂ, ഇത് പുഴയല്ല, ഇത് നമ്മുടെ അഴുക്കുചാലെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അഴുക്കിൻ്റെ ഒരു കേദാരമാണ് ഇവിടെ. എല്ലാ വിദഅത്തും എല്ലാ വഞ്ചനയും ഒഴുകിച്ചേരുന്ന സ്ഥലം. അദ്ദേഹം നടത്തിയ വഞ്ചനകൾ എത്രമാത്രമാണ്, എത്ര ആളുകളിൽ നിന്നാണ് പണം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കളവ് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മജീദ് മുസ്ലിയാർ റിവായത്ത് ചെയ്തു പോയി. അത് ശരിയായിരുന്നില്ലല്ലോ. അദ്ദേഹം അത് അറിയാതെ ചെയ്തതാണ്. കാരണം തലപ്പാവും താടിയൊക്കെ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. CM വലിയുല്ലാഹി തങ്ങളുടെ പേരും പറയുന്നു. ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. നിഷ്കളങ്കരായ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടും. മജീദ് ഉസ്താദ് ആ അർത്ഥത്തിൽ നിഷ്കളങ്കനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു പോയതാണ്. അതുപോലെ ധാരാളം ആളുകൾ CM വലിയുല്ലാഹി തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് വലിയ സംഖ്യ കൊടുത്തു പോകുന്നു. പിന്നെയല്ലേ ഇതിൻ്റെ വസ്തുത അറിയുന്നത്. കാക്കക്കൂട്ടിൽ മുട്ടയിട്ട കുയിലിൻ്റെ കഥ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അദ്ദേഹത്തിൽ നിന്നടക്കം റിവായത്ത് ചെയ്തു പോയി. അതൊരിക്കലും ശരിയല്ല. കള്ളന്മാര് ഇത് മഹാന്മാരുടെ കറാമത്ത് റിവായത്ത് ചെയ്യാൻ പാടില്ല. അത് മഹാന്മാരായ ഔലിയാക്കളെ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലും അവരെക്കുറിച്ച് പൊതുജനങ്ങൾ ധരിക്കുന്നതിലുമൊക്കെ വലിയ വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ കിതാബ് പിൻവലിച്ചു. അതോടുകൂടെ മൗലവിപ്പെട്ടു. അപ്പം പിന്നെ മൗലവി പറയാണ്, മജീദ് മുസ്ലിയാരെ ഒരു റൂമിൽ പൂട്ടിയിട്ടു. ആര് പൂട്ടിയിട്ടു? എവിടെ പൂട്ടിയിട്ടു? പറ, എവിടെ പൂട്ടിയിട്ടു? ആരാ താങ്കളോടത് പറഞ്ഞത്? ശാരീരികമായി പീഡനങ്ങൾ ഏൽപ്പിച്ചു. എന്ത് പീഡനങ്ങളോട് ഏൽപ്പിച്ചത്? ഇവിടെ ഗുണ്ടായിസം കളിക്കുന്നത് നിങ്ങളുടെ കള്ളത്തൊരീഖത്തല്ലേ? ഇവിടെ ഗുണ്ടായിസം കളിക്കുന്നത് സംഘടനാ ഫാഷിസം പോലും, സംഘടനാ ഫാഷിസം. അങ്ങനെ ഞങ്ങളെ പ്രസ്ഥാനത്തിനോട് നൗഷാദിനും ടീമിനും അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടെന്നറിയാം. അങ്ങനെ എല്ലാ പുത്തൻവാദികളെയും വെറുപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് നേർക്ക് നിങ്ങൾ പറയും. അത് ആരൊക്കെ തൃപ്തിപ്പെടുന്നില്ല എന്നൊന്നും നോക്കാൻ കഴിയില്ല. ഷാഫി ഇമാം പറഞ്ഞല്ലോ, ഫഇന്നക ലാ തഖദിറു അൻ തുർലിയ അന്നാസ കുല്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഫഅസ്ലിഹ് മാ ബൈനക വബൈനല്ലാഹ്, അള്ളാഹുവിൻ്റെയും നിന്റെയും ഇടയിലുള്ള ബന്ധം നീ വളരെ കൃത്യമാക്കുക. സുമ്മ ലാ തുബാലി ബിന്നാസ്, പിന്നെ ആരെയും പരിഗണിക്കണ്ട. ഇതാണ് ഞങ്ങളുടെ നിലപാട്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ കളവ് പറയാ, വെറുതെ പറയാന്ന്. മജീദ് ഓലരെ വന്നിട്ട് പറയാണ്, ഇത് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ കിതാബ് ദുരുപയോഗം ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങളങ്ങനെ പറഞ്ഞാലൊന്നും പറ്റൂല. ഇത് ഞങ്ങൾ പറയേണ്ട, ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയട്ടെ എന്ന് പറഞ്ഞ് പച്ചക്കളവല്ലേ മൗലവി പറഞ്ഞത്? പച്ചക്കളവല്ലേ പറഞ്ഞത്? മജീദ് മുസ്ലിയാരുടെ ഭാര്യയെ തൊലാഖല്ലുന്നു. ആര് തൊലാഖല്ലുന്നു?
നിങ്ങളാടോ നൗഷാദ് ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ ത്വരീഖത്ത് എന്ന പദപ്രയോഗം നടത്താൻ പോലും അർഹരാണോ? നിങ്ങൾ ത്വരീഖത്ത് എന്നൊരു പദപ്രയോഗം നടത്താൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അത് വെറുതെ പറയല്ലേ, ഞാൻ നിങ്ങളെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എല്ലാം അവസാനത്തെ പിടിവള്ളി എന്ന നിലക്ക് കിട്ടിയ ഒരു സാധനം കൂടി കയ്യിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായും നിലതെറ്റുക എന്നുള്ളത് ഒരു സ്വാഭാവികതയാണത് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെട്ടവൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണമായി മാത്രം ഞാനത് കാണുകയാണ്. പിന്നെ ആ സ്വാഭാവികതയിൽ നിന്ന് മാറണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ആത്മീയതയും ധാർമ്മികതയും ഉണ്ടാകണം. അത് നിങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഞങ്ങളതിനെ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ഈ തെറ്റായ ആശയം പ്രചരിപ്പിക്കുന്നതിൽ മൗലവിമാരുടെ എല്ലാ പ്രമാണങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒന്നും ബാക്കിയില്ലാത്ത വിധം മൗലവിമാർ അധപ്പതനത്തിൻ്റെ ആടിയിലേക്ക് ആപ്പതിച്ചു കഴിഞ്ഞു എന്നത് വളരെ വ്യക്തമാണ്. ഇനിയും സ്വപ്നവുമായി ബന്ധപ്പെട്ട് മൗലവി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയൊരു വിഷയമുണ്ട്. എന്താണത്? നമ്മൾ പറഞ്ഞിരുന്നല്ലോ, സ്വപ്നവുമായി ബന്ധപ്പെട്ട് എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരു പോയിന്റേ ഉള്ളൂ വ്യക്തമാക്കാൻ. എന്താണത്? പിശാച് വന്ന് ഞാൻ നബിയാണെന്ന് കളവ് പറയുമോ ഇല്ലയോ? ഇതാണ് ചർച്ച. അതാണ് ഞാൻ വെല്ലുവിളിച്ചത്. നമ്മൾ കുറേ കാലങ്ങളായി വെല്ലുവിളിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ പിശാച് വന്നിട്ട് അങ്ങനെ കളവ് പറയാമെന്ന് സുന്നത്തി ജമാഅത്ത് പറയുന്നു. എന്നാൽ ഈ കുരുവട്ടൂയ്യൻസ് അടക്കമുള്ള പുത്തൻവാദികൾ പറയുന്നു അങ്ങനെ കളവ് പറയൂല. അത് എക്കാലത്തുമുള്ള ആളുകൾ പിഴച്ച കക്ഷികളുടെ ഒരു വാദമാണത്. കാരണം റസൂലുള്ളാഹി തങ്ങൾ ആണ് എന്ന് പിശാച് വന്ന് പറയൂല എന്ന് സ്ഥാപിച്ച് കിട്ടിയാൽ പിശാചിനെ കൊണ്ട് അവർക്കെങ്ങനെ പറയിപ്പിക്കാനാണ്? ആളുകൾ കിടന്നിറങ്ങുന്ന സമയത്ത് ശൈത്താൻ വന്നിട്ട് പറയാ ഞാൻ റസൂലാണ് ഈ നൗഷാദിൻ്റെ കോലത്തിൽ വന്നിട്ട്, അല്ലെങ്കിൽ നൗഷാദിൻ്റെ കള്ളശൈഖായ കോമാട്ടുചാലിൽ അബ്ദുള്ളാന്റെ കോലത്തിൽ വന്നിട്ട് പറയാം അത് റസൂലുള്ളയാണെന്ന് സാധുക്കൾ വിശ്വസിക്കണം. എന്നിട്ട് ആ പിഴച്ച ത്വരീഖത്തിലേക്ക് ആളുകൾ പോയി അവരുടെ ഈമാൻ നഷ്ടപ്പെടണം. ഇതാണ് അവരുടെ പ്ലാന്, അവരുടെ മാസ്റ്റർ പ്ലാൻ അതാണ്. പക്ഷേ അതിന് നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഇമാമുകളൊക്കെ കൃത്യമായി മറുപടി എഴുതി വെച്ചിട്ടുണ്ട്. നസ്വീഹത്തുൽ ലബീബ് എഴുതാനുള്ള കാരണം തന്നെ എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നസ്വീഹത്തുൽ ലബീബ് എഴുതാനുള്ള കാരണം തന്നെ ആ കാലഘട്ടത്തിൽ ഈ ഒരു വാദം ഒരാൾ ഉന്നയിച്ചിരുന്നു. എന്ത് വാദം? ശൈത്വാന് ഞാൻ നബിയാണ് എന്ന് കളവ് പറയാൻ കഴിയൂല എന്നൊരു വാദം. ആ വാദം ഉന്നയിച്ച് ഞാൻ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്ന ഒരാൾ, ഞാൻ അള്ളാഹുവിൻ്റെ വലിയാണ്, എന്നെക്കൊണ്ട് വിശ്വസിച്ചവൻ മുസ്ലിമാണ്, എന്നെക്കൊണ്ട് വിശ്വസിക്കാത്തവർ കാഫിറാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ച് വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ടാണ് നസ്വീഹത്തുൽ ലബീബ് ഫി മറാഇൽ ഹബീബ് എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു രചിച്ചത്. ബഹുമാനപ്പെട്ടവർ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞ വാചകം നസ്വീഹത്തുൽ ലബീബിന്റെ 44-ാമത്തെ പേജിൽ കാണാം. യഅലം അർഷദക്കല്ലാ, നീ ശരിക്കും മനസ്സിലാക്കണം, അർഷദക്കല്ലാ, അല്ലാഹു തആല നിനക്ക് നല്ല റുഷ്ദ്, നല്ല തിരിച്ചറിവ് നൽകട്ടെ. അന്നി ഖദ് കുന്തു നഖൽതു ലക മുശാഫഹ, നിന്നോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അന്നഹു ലാ ഇബ്റത ബിഖൗലിൽ മർഇ ഫിൽ മനാമി അനൻ നബിയ്യു, സ്വപ്നത്തിൽ ഒരു വ്യക്തി വന്ന് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് പരിഗണിക്കാൻ പറ്റില്ല എന്ന് നിന്നോട് ഞാൻ കട്ടായം പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് സുംഹൂദി ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കണം. അപ്പൊ ആ വ്യക്തിയുടെ വാദം എന്തായിരുന്നു? ബഹുമാനപ്പെട്ടവർ ഉടനെ പറയാണ്, വഖുൽത, നീ വാദിച്ചത് എന്താണ്? ഇന്ന ശൈത്വാന ലാ യഖദിറു അൻ യഖൂല അന്നഹു നബിയ്യുൻ, ഞാൻ നബിയാണ് എന്ന് വന്ന് പറയാൻ പിശാചിന് കഴിയില്ല എന്നായിരുന്നു നീ വാദിച്ചിരുന്നത്. അത് ശരിയല്ല. സ്വപ്നത്തിൽ ഒരാൾ അങ്ങനെ വന്ന് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് പരിഗണിക്കാൻ പറ്റില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്നെ ഞാൻ ഉപദേശിച്ചിട്ടില്ലേ എന്ന് നസ്വീഹത്തുൽ ലബീബിൽ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു പറയണം. അപ്പം അങ്ങനെ ഒരു വാദം അക്കാലഘട്ടത്തിൽ ഒരാൾ വാദിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കിതാബ് തന്നെ എഴുതിയത്. കിതാബ് എഴുതാനുള്ള സാഹചര്യം പോലും അതാണ്. എന്നിട്ടും ആ ഒരു വാദം ഇന്നും ഉന്നയിച്ചു കൊണ്ടുവരികയാണ് ആര്? ഈ കുരുവട്ടൂരിലെ വേജന്മാർ. അവർ പറയുന്നത് എന്താണ്? ശൈത്വാൻ അങ്ങനെ വന്ന് കളവ് പറയാൻ കഴിയൂല,
അപ്പൊ ഞാൻ ചോദിച്ചു, പിശാചിന് അങ്ങനെ ഞാൻ നബിയാണ് എന്ന് കളവ് വന്ന് സ്വപ്നത്തിൽ കളവ് പറയാൻ കഴിയില്ല എന്ന നിങ്ങളുടെ വാദം ഏത് ഇമാം പറഞ്ഞു? ആ ഇബാറത്ത് വായിക്കാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചു. പക്ഷേ മൗലവി ഇന്ന് വരെ ആ വെല്ലുവിളിക്ക് മറുപടി പറഞ്ഞില്ല. ഇന്നലെ മൗലവി അവിടെ പതറി. അദ്ദേഹത്തിന് പിന്നെ കൗസറുൽ ജാരിയിലെ ഇബാറത്ത് വായിക്കണം. ഈ കൗസറുൽ ജാരിയിലെ ഇബാറത്ത് മറ്റ് എല്ലാ കിതാബിലെ ഇബാറത്തിനും നമ്മൾ മറുപടി പറഞ്ഞതുപോലെ ഈ മൗലവിയെ ശരിക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൗസറുൽ ജാരിയിൽ എന്താ പറഞ്ഞത്, അതുപോലെ ഫതുഹുൽ ബാരിയിൽ എന്താ പറഞ്ഞത്, ശറഹ് മുസ്ലിമിൽ എന്താ പറഞ്ഞത്, ഇങ്ങനെ നമ്മുടെ ഇമാമുകളൊക്കെ എന്താ പറഞ്ഞത്, മുല്ലാലിൽ ഖാരി തങ്ങൾ എന്ത് പറഞ്ഞു, അതുപോലെ തന്നെ ഇമാം തീബി അവിടെ നിന്ന് എന്ത് പറഞ്ഞു, ഇമാം സുബക്കി, ഇമാം സുയൂത്തി ഖസായിസുൽ കുബ്രയിൽ എന്ത് പറഞ്ഞു, അതുപോലെ യൂസുഫ് നബ്ഹാനി വസ്വായിലുൽ വസൂൽ ഇലാ ശമായിലിർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു, ഇമാം ഹാഫിദുൽ മുനാവി തന്റെ ഫൈദുൽ ഖദീറിൽ എന്ത് പറഞ്ഞു, അല്ലമ യൂസുഫ് ഷാമി തന്റെ സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു, മിർഖാത്തിൽ മുല്ലാലിൽ ഖാരി തങ്ങൾ എന്ത് പറഞ്ഞു, ഉംദത്തുൽ ഖാരിൽ ഹാഫിദ് ബദ്റുദ്ദീനിൽ ഗൈനി തങ്ങൾ എന്ത് പറഞ്ഞു, ഇതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ വെല്ലുവിളിയെ പല അർത്ഥത്തിൽ മൗലവി അതിനെ സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചു. നമ്മൾ പിന്നാലെ കൂടി വെല്ലുവിളി ആവർത്തിച്ചു. അപ്പം മൗലവി പറയാണ് കൗസറുൽ ജാരിയിലുണ്ട്. എന്താ മൗലവി കൗസറുൽ ജാരിയിലുള്ളത്? എന്തായിരുന്നു നമ്മളെ ചോദ്യം? ശൈത്വാന് വന്ന് ഞാൻ റസൂലാണ് എന്ന് സ്വപ്നത്തിൽ കളവ് പറയാം, അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ഇമാമുകൾ ആര് പറഞ്ഞു എന്നാ എൻ്റെ ചോദ്യം. അതിന് മൗലവി പറയാണ് കൗസറുൽ ജാരിയിലുണ്ട്. എന്താ കൗസറുൽ ജാരിയിലുള്ളത്? കൗസറുൽ ജാരിയിൽ ഇബാറത്ത് ഞാൻ ഒന്നുകൂടെ വായിക്കാണ്. മൗലവി ശരിക്ക് പഠിച്ചോളണം, പഠിപ്പിക്കുന്നത് ശരിക്ക് പഠിച്ചോളണം, മനസ്സിലായോ? നമ്മുടെ ഉസ്താദുമാരെ മുമ്പിലിരുന്ന് അതപോടെ കുരുത്തത്തോടെ പഠിക്കുന്നതിന് പകരം തെറിച്ചു പോയതല്ലേ. കൗസറുൽ ജാരിയിൽ പറയാണ് ഉമൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ വല്ലവനും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു എന്നെ കണ്ടാൽ എന്നാണ് പറയുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഖദ് ബസതുനൽ കലാമ ഫീ ഹാദിഹിൽ മസ്അല, ഈ വിഷയം ഞാൻ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഫീ അബ്വാബിൽ ഇൽം, അബ്വാബുൽ ഇൽമിൽ കൗസറുൽ ജാരിയിലുള്ള മറ്റൊരു ഭാഗമാണ്, അവിടെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. വ മുലഖിസുഹു, ആ ചർച്ചയുടെ ഷോട്ട് എന്ന് പറയുന്നത് അന്നഹു ശറഫഹുല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ആദരിച്ചു. എങ്ങനെ ആദരിച്ചു? ബിഅല്ലാ യതമസ്സല ശൈത്വാനു ഫീ സൂറത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്തിൽ രൂപം പ്രാപിച്ചു വരാൻ ശൈത്വാന് കഴിയൂല. ഫീ സൂറത്തിഹി, ഇവിടെ പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ സൂറത്താണ്. എന്നിട്ട് പറയുന്നു വലാ യഖദിറു, പിശാചിന് കഴിയുകയുമില്ല അൻ യഖൂല, അവന് പറയാൻ അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അയ്യി സൂറത്തിൻ കാന, റസൂലുള്ളാഹി തങ്ങളുടെ ഏത് രൂപത്തിൽ വന്നിട്ടും ഞാൻ റസൂലാണ് എന്ന് പറയാൻ പിശാചിന് കഴിയില്ല. ഇതിനെ മൗലവി എന്താണ് വളച്ചൊടിക്കുന്നത്? പിശാച്ച് അവന്റെ ഏത് രൂപത്തിൽ വന്നിട്ടും റസൂലുള്ളയാണ് എന്ന് പറയാൻ കഴിയൂല, ഇതാണ് മൗലവി വളച്ചൊടിക്കുന്നത്. എന്നാൽ ഇതേ ഈ ഇബാറത്തിന്റെ തൊട്ടു മുമ്പുള്ളത് റസൂലുള്ളാഹിന്റെ സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ വാചകത്തിന്റെ തൊട്ടടുത്ത വാചകം പിന്നെന്താ പറയുന്നത്? പിന്നെ പറയുന്നത് ഇന്നമത്തഫാവത്തു, വ്യത്യാസമുള്ളത് ഫി അയ്യുറാ താറത്തൻ ഷാബൻ വതാറത്തൻ ഷൈഖൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് രൂപത്തിലും നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ ഏത് രൂപത്തിലും എന്നതിനെ ഒരു വിശദീകരണം നൽകുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഏത് രൂപത്തിൽ വന്നിട്ട് ശൈത്വാന് ഞാൻ റസൂലാണ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്താ റസൂലുള്ളാഹിന്റെ ഏത് രൂപം എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു രൂപം ഉണ്ടാകാനുള്ള മാനദണ്ഡം എന്താണ്? അതാണ് പിന്നെ പറയുന്നത് വ ഇന്നമത്തഫാവത്തു, നിശ്ചയമായും ഈ തഫാവുത്ത്, ഈ ഏറ്റവ്യത്യാസം, ഏത് വിഷയത്തിൽ ഏറ്റവ്യത്യാസം? ഫി അയ്യുറാ താറത്തൻ ഷാബൻ വ താറത്തൻ ഷൈഖൻ, ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഷാബായിട്ട് കാണപ്പെടും, ചിലപ്പോൾ ഒരു ഷെയ്ഖായിട്ട് കാണപ്പെടും. അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ റസൂലുള്ളാഹിനെ കാണുക. അവിടെയാണ് റസൂലുള്ളാഹിന്റെ വ്യത്യസ്തങ്ങളായ സൂറത്ത്. ആ സൂറത്തിൽ അങ്ങനെ വ്യത്യസ്തങ്ങളായി കാണുന്നത് അത് ബിഅ്തിബാലി ഹാലിർ റായി, ആ തഫാവുത്ത് ബിഅ്തിബാരി ഹാലിർ റായി,
കാഴ്ചക്കാരന്റെ അവസ്ഥയനുസരിച്ചാണ്. അപ്പൊ കാഴ്ചക്കാരന്റെ അവസ്ഥ അനുസരിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഈ സൂറത്തിൽ വ്യത്യാസം വരുന്നത്. ചിലപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ചില അവയവങ്ങൾ ഇല്ലാതെയായി കാണാം, ചിലപ്പോൾ ന്യൂനതകൾ ഉണ്ടായി കാണാം, അല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിൽ ഒരു മുറിവോ പാടോ ഉണ്ടായിട്ട് കാണാം, അല്ലെങ്കിൽ അവിടുത്തെ താടി മുഴുവൻ നരച്ചതായിട്ട് കാണാം. അങ്ങനെ പല രൂപത്തിലും കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്നവന്റെ വിശ്വാസത്തിലോ ആദർശത്തിലോ ഈമാനിലോ ഇഖ്ലാസിലോ പ്രവർത്തനങ്ങളിലോ കുറവുകളുണ്ട് എന്ന സൂചനയാണ്. അവന്റെ അവസ്ഥക്കനുസരിച്ചാണ് അങ്ങനെ കാണപ്പെടുന്നത് എന്നാണ് കൗസറുൽ ജാരിയിൽ പറയുന്നത്. എത്ര വ്യക്തമാണ്. അപ്പൊ കൗസറുൽ ജാരിയിൽ ഈ വാചകത്തിന്റെ മുമ്പും അതിനുശേഷവും ഈ ഫി ഐ സൂറത്തിൻ കാന എന്ന് പറയുന്ന പദം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് സൂറത്തും എന്നാണ് അർത്ഥം എന്നതിനുള്ള ഖരീനത്താണ് എന്നത് അറിയിക്കുന്നതാണ് എന്ന് കിതാബ് അറിയുന്നവർക്കറിയാം, കിതാബിന്റെ ദൗഖ് അറിയുന്നവർക്ക് അറിയാം. പക്ഷേ മൗലവിക്ക് തിരിയുന്നില്ല, നൗഷാദിന് തിരിയുന്നില്ല. നൗഷാദിന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന അമ്മൗലവിക്കും തിരിയുന്നില്ല. എന്തുകൊണ്ട് തിരിയുന്നില്ല? കിതാബിന്റെ ദൗഖ് അറിയില്ല. എന്തേ കിതാബിന്റെ ദൗഖ് അറിയാതിരുന്നത്? ജാഹിലീങ്ങളായതുകൊണ്ട്. എന്തേ ജാഹിലീങ്ങളായത്? പഠിക്കാൻ പോയില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല. ഉസ്താദുമാരെ സദസ്സിൽ നിന്നും പണ്ട് വാസുരുബിന് അത്താ തെറിച്ചതുപോലെ തെറിച്ചുപോയി. അതുകൊണ്ട് തന്നെ വാസുരുബിന് അത്താ പണ്ട് മുഅ്തസിലത്തിന്റെ ആശയം കച്ചകെട്ടി ഉണ്ടാക്കിയതുപോലെ അതേ ആശയമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ എൻ്റെ ചോദ്യത്തിന്, എൻ്റെ വെല്ലുവിളിക്ക് മൗലവി കൗസറുൽ ജാരിയിലെ ഇബാറത്താണ് വായിച്ചത്. മൗലവി നൗഷാദിനോട് പറയട്ടെ, അങ്ങനെയുള്ള ഒരു ദുർവ്യാഖ്യാനവും ഇവിടെ വില പോവില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? എത്ര വ്യക്തമായി ഇമാമുകൾ പറഞ്ഞു. അപ്പോ ഇനി പോകട്ടെ, നൗഷാദ് പറഞ്ഞതുപോലെയാണെങ്കിൽ കൗസറുൽ ജാരിയിൽ പറഞ്ഞതും നസീഹത്തുൽ ലബീബിൽ പറഞ്ഞും വൈരുദ്ധ്യമാണോ? അപ്പോൾ ഇമാമുകൾ തമ്മിൽ വൈരുദ്ധ്യം പറഞ്ഞു. അപ്പൊ മൗലവി, താങ്കൾ പറയുന്നത് അജ്ഞതയാണ്, ജഹാലത്താണ്, താങ്കൾക്ക് ദീനറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നത്തിന്റെ വിഷയത്തിൽ തന്നെ എത്ര മലക്കമലച്ചിലായി മൗലവി പറഞ്ഞത്. നമ്മളുടെ ഖണ്ഡനം വന്നപ്പോ എത്ര വട്ടം മാറി, ആശയം മാറി. നൗഷാദിന്റെ രൂപത്തിൽ തന്നെ കണ്ടു, കാണുന്നവൻക്ക് അങ്ങനെ ഒരു ബോധ്യമൊന്നും ഇല്ല എന്ന് ഈ രൂപത്തിൽ കണ്ടാലും അത് റസൂലാണെന്ന് ഉറപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ? നമ്മളവിടെ പിടിച്ചില്ലേ? പെരിന്തൽമണ്ണയിൽ നിന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ അടുത്ത പ്രസംഗത്തിൽ മൗലവി പറയണം, അങ്ങനെ ആരാ പറഞ്ഞത്? ഉന്നതമായ ഹളറത്തിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് പറയുന്നത്. ആ ഉന്നതമായ ഹളറത്തുണ്ടായിട്ടുമാണ് കുട്ടികളായ ഞങ്ങളുടെ ഖണ്ഡനത്തിന്റെ മുമ്പിൽ മൗലവി ഇങ്ങനെ കുരങ്ങ് കളിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നിലക്കുള്ള ദുർവ്യാഖ്യാനങ്ങളൊന്നും ഇവിടെ പോകൂല. ഇനി പറയാണ്, മശായിഖന്മാരുടെ കൈപിടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മാറ്റേണ്ടി വരുന്നത്. എന്ത് മാറ്റേണ്ടി വരുന്നത്? അൾജീരിയ മറന്നോ മൗലവി? അൾജീരിയ മറന്നോ? ഈ നസീഹത്തുൽ ലബീബിന്റെ പേരിൽ താങ്കൾ ഒരുപാട് കളവ് പറഞ്ഞു. ഇമാം സുംഹൂദി തങ്ങൾ എഴുതിയത് തിരുത്തി എന്ന് കള്ളവ് വരെ പറഞ്ഞു. അങ്ങനെ ആ നസീഹത്തുൽ ലബീബിന്റെ മഹ്തൂത്ത് കൊണ്ടുവന്നു ഞങ്ങൾ. അപ്പൊ പറഞ്ഞു അൾജീരിയയിലാണ് അതിന്റെ ഒറിജിനൽ കോപ്പി, അത് ഞങ്ങൾ ഉടനെ കൊണ്ടുവരുന്നു. എവിടെ അൾജീരിയൻ കോപ്പി? എവിടെ മൗലവി അൾജീരിയൻ കോപ്പി? നിങ്ങളെ ആ ഉന്നതമായ ഹളറത്തിൽ നിന്നും വിവരം കിട്ടിയിട്ട് വിളിച്ച വെല്ലുവിളിയല്ലേ? എന്തേ ആ വെല്ലുവിളിക്കിപ്പോ ശബ്ദമില്ലാത്തത്? എന്താ അൾജീരിയയിൽ നിന്ന് കോപ്പി വരാത്തത്? അതിന്റെ ഒറിജിനൽ മഖ്തൂത്ത് എന്തേ വരാത്തത്? ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? അതിന്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ കപട നാടകം പൊളിച്ചെഴുതിയില്ലേ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മുമ്പിൽ താങ്കളുടെ ഈ കപട നാടകം വിലപ്പോവില്ല എന്ന് ഞാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്, താക്കീത് ചെയ്യുകയാണ്. എവിടെ അൾജീരിയൻ കോപ്പി? കൊണ്ടുവാ. ഉന്നതമായ ഹളറത്ത് നിന്ന് വിവരം കിട്ടി. എന്ത് ഉന്നതമായ ഹളറത്തോടോ? ഏതായി ഉന്നതമായ ഹളറത്ത്? ഒരു ഉന്നതമായ ഹളറത്തുമില്ല. അത് ജാഹിലീങ്ങളുടെ ഹളറത്താണ്, പിശാചിന്റെ നിയന്ത്രണത്തിലുള്ള ഹളറത്താണ്. അല്ലാത്ത ഒരു ഉന്നതമായ ഹളറത്തുമില്ല. അതിൽ പെട്ടുപോയ സാധാരണക്കാർ ചിന്തിക്കാം. എന്നിട്ട് നയം മാറ്റം എന്ന് പറഞ്ഞു വരികയാണ്. നയം മാറ്റല്ല മൗലവി,
ഇമാമുകൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് നസീഹത്തുൽ ലബീബ് കാണുമ്പോൾ, അതുപോലെ കവാക്കിബുസ് സാഹിറ കാണുമ്പോൾ, അങ്ങനെയുള്ള കിതാബുകൾ കാണുമ്പോൾ ഇമാമുകളുടെ കൂടെ നിൽക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ ഭാഗമാണ്. എന്നാൽ ഈ ഹഖ്ഖ് തിരിഞ്ഞിട്ടും മനസ്സിലായിട്ടും അതിനെ നേരെ അപ്പുറത്തേക്ക് പോയി സത്യം മൂടിവെക്കുക എന്നത് കിബറാണ്. കിബർ എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ് വഅംതുന്നാസ്, സത്യം മൂടിവെക്കുക. ആ കിബറാണ് താങ്കൾക്കുള്ളത്. അതുകൊണ്ടാണ് സുലൈമാൻ ഉസ്താദ് പഠിപ്പിച്ച യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം കിതാബുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടും അതിൻ്റെ എല്ലാം തെളിവ് സഹിതം പഠിച്ചിട്ടും കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി പറഞ്ഞ ഈ കളവിൻ്റെ പിന്നാലെ താങ്കൾ പോയി. എന്ത് കണ്ടിട്ട്? ദുനിയാവ് കണ്ടിട്ട് പോയി. മജീദ് ഉസ്താദ് നിങ്ങൾ കുറെ ക്ഷണിച്ചു നോക്കി, പക്ഷേ താങ്കളെപ്പോലെ എല്ലാവരും ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നു എന്നത് താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെ കളവുകൾ മാത്രം പറഞ്ഞ് ഒരു സമൂഹം നടക്കുന്നു. അവസാനം എല്ലാം പ്രമാണങ്ങൾ മുഴുവനും കൈവിട്ടു. ഇപ്പം മൗലവി കിടന്ന് ഉഴലുകയാണ്. മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞ്, ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്കൊരു യോഗ്യതയുമില്ല. സിയം വലിയുല്ലാഹി തങ്ങൾ ഇന്ന് ദീനിൻ്റെ കാര്യം ഏൽപ്പിച്ച് വിട്ടേച്ചു പോയ മഹാൻ സുൽത്താനുൽ ഉലമയാണ്. ആ മഹാന് അവരുടെ കീഴിലാണ്, അവരുടെ അനുയായികളായി അവരുടെ ഖദമിലാണ് ഞങ്ങളുള്ളത്. ആ ഖദമിൽ തന്നെയാണ് ഞങ്ങളുടെ ഉലമ ഉള്ളത്. ആ ഉലമയിനെതിരെ സംസാരിക്കാൻ താങ്കൾക്കും താങ്കളുടെ കോമാട്ടുചാലിൽ അബ്ദുള്ളക്കോ കുരുവട്ടൂരിയൻ ജഹാലത്തിനോ ഒരു യോഗ്യതയുമില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.